എൻ്റെ പേര് ബാഹുലേനാണ്. ധനുച്ചുരം സ്വദേശിയാണ്. ദേശീയ കായികതാരം. ധനുവച്ചപുരം ടാരിക്കുളങ്കര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ പൊങ്കാല മഹോത്സവത്തിന് ഇന്ന് കൂടി ഇറങ്ങുമെന്ന് തന്നെ പറയാം. ഉച്ചയ്ക്ക് അന്നദാനമുണ്ട്. വൈകുന്നേരം പരിപാടിയോട് സമാപിക്കുമെന്ന് തന്നെ പറയാം. ഞാൻ ആ മകരപ്പൊങ്കലിനും നാളെയാണ്. മണ്ഡല മകരവിളക്കും സമാപിക്കുന്ന ഇന്നാണ് ശബരിമലയിലെന്ന് നമുക്ക് പറയും. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത്. ഞാനിപ്പോൾ ഇവിടെ ആരിക്കുളങ്കര മഹാദേവ ക്ഷേത്രത്തിലെ ഫ്രണ്ട് കവാടത്തിലാണ് നിൽക്കുന്നത്. എൻ്റെ വാർത്ത നൽകുന്നത് എന്ത് കാര്യം പറഞ്ഞാൽ അയ്യപ്പനെ വിളിച്ച് കാര്യം പറഞ്ഞാൽ നടക്കുമെന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത്. ഞാനിപ്പോൾ ആ കവാടത്തിലാണ് നിൽക്കുന്നത്. വിശദമായ വാർത്തയുടെ അയ്യപ്പനെ വിളിച്ച് കരഞ്ഞു പറഞ്ഞ് എന്ത് കാര്യം നടക്കുമെന്നാണ് പറയുന്നത്. ഓല കെട്ടിടമായിരുന്നു, പിന്നെ ഓടായി, പിന്നെ തറസ് കെട്ടിടമായി. ഇപ്പോൾ ഭക്തജനങ്ങൾ വൻ തിരക്കിലാണെന്ന് നമുക്ക് പറയാം. വിളി കേൾക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് കവാടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പലവർക്കും ജോലി കിട്ടിയത് ഈ ക്ഷേത്രത്തിൽ നിന്ന് തൊഴിലുകൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തവർക്കും ജോലി കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. അത്ര ഭംഗിയുള്ള ക്ഷേത്രം. വിളി കേൾക്കുമെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നത്. എൻ്റെ പേര് ബാഹുലേനാണ്. ആ ക്ഷേത്രത്തിൻ്റെ കവാടത്തിലാണ് നിൽക്കുന്നത്. രാവിലെ തന്നെ പൊങ്കാല കഴിഞ്ഞിരിക്കുന്നുണ്ട്. നിവേദ്യവും കഴിഞ്ഞിരിക്കുന്നു. ഉച്ചയ്ക്ക് 1:30 തന്നെ അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. അന്നദാനം കഴിഞ്ഞ് വൈകുന്നേരം പരിപാടികൾ കാണും. അതിനുശേഷമാണ് നട അടയ്ക്കുന്നതോടെ തന്നെ 60 ദിവസത്തേക്ക് സമാപനമാകുന്നു. ഇനി ഒരു 60 നമ്മൾ കാത്തിരിക്കേണ്ടി വരും ശബരിമല മാലയിട്ട് പോകാൻ വേണ്ടി. അടുത്ത 60-ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നട അടയ്ക്കുന്നതെന്ന് പറയാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത്. നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളിൽ തന്നെ പോകാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ കവാടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കവാടത്തിൽ നിന്നുള്ള ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്ന ഭാഗത്തിലേക്ക് ഗണപതി ക്ഷേത്രത്തിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ അരികിലാണ് ഞാനിപ്പോൾ പോകുന്ന ആ ദൃശ്യങ്ങളാണ്. എന്ത് കാര്യം പറഞ്ഞാലും നടക്കുമെന്നാണ് പറയുന്നത്. തണുത്ത ഒരു അന്തരീക്ഷം, പച്ച കൊണ്ട് നിറഞ്ഞ ക്ഷേത്രം. ഒരു വയലിൻ്റെ കരയിലാണ് ക്ഷേത്രം നിൽക്കുന്നത്. ഇതൊരു ടാരിക്കുളങ്കര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പഴയ കുളമാണ്. ഈ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് കവാടത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇവിടെ ആരിക്കുളങ്കര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കവാടത്തിലാണ് ഞാൻ നിൽക്കുന്നത്.
അയ്യപ്പ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്ന ലൈവാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകുന്ന. ക്ഷേത്രത്തിൽ അയ്യപ്പനെ വിളി കേൾക്കുന്ന ക്ഷേത്രമാണ്. എന്ത് കാര്യം പറഞ്ഞാലും നടക്കുമെന്നാണ് പറയുന്നത്. ഭക്തജനങ്ങളുടെ ഒരു നീണ്ട തിരക്കാണ് കാണുന്നത്. എൻ്റെ വാർത്തയും കൊടുക്കുന്നു. ലൈവാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ ലൈവ്. നമ്മളാണ് ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു വിശേഷമായ ക്ഷേത്രമാണ്. ഇത് കാര്യം പറഞ്ഞാൽ അയ്യപ്പനെ വിളിച്ച് തൊഴുതു കഴിഞ്ഞാൽ നടക്കുമെന്നാണ് പറയുന്നത്. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ബാഹുലയും.